ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എവിടെയൊക്കെയാ പോയത് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു ഇല്ലത്തേക്കാണ്. കാളക്കാട്ടില്ലം എന്നാണ് പേര്. നമ്മളിപ്പോ മാത്തിലെത്തി. മാത്തിൽ നിന്ന് കുറെ ഉള്ളിലോട്ട് പോവാനുണ്ട്. പോകുന്ന വഴിക്ക് കാണാൻ നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നോക്കിയ വലിയ കുളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മ കാലക്കാട്ടിലെത്തിട്ടോ. െത്തിയാൽ ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിൽ നിന്ന് കാല് കഴുകിയിട്ട് പ്രാർത്ഥിക്കാൻ പോയിക്കോളൂ. നമ്മൾ അവിടുന്ന് കാല് കഴുകാൻ വേണ്ടി പോയി. മഴക്കാലം ആയോണ്ട് തോട്ടിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. നമ്മളവിടെ കുറച്ച് സമയം നിന്ന് വെള്ളമെല്ലാം കണ്ട് നമ്മ കാലൊക്കെ കഴുകി അങ്ങനെ പോവാൻ പോയി. നമ്മ അവിടെ പോയ സമയത്ത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ പഴയ മുമ്പേ ഉണ്ടായില്ല. നമ്മ അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി. നമ്മൾ ഇറങ്ങിയ സമയത്ത് തളിപ്പറമ്പ് അമ്പലത്തിൽ പോയാലോ എന്ന് കൂടി പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തളിപ്പറമ്പ് കുപ്പമ്പാലം. ഇതാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം. നമ്മടെ ഉച്ചക്കാണ് എത്തിയത്. അവിടെ നല്ല ചൂടുണ്ടായിനി. നടക്കുമ്പോ കാലും പൊള്ളുന്നുണ്ടായിനി. അങ്ങനെ നമ്മൾ തൂവാൻ വേണ്ടി ഉള്ളിലോട്ട് പോയി. ഇതാണ് ഗംഗാദേവി. നമ്മ അവിടെ തൊഴുതിട്ട് വരുമ്പോ ആനേനെ കണ്ടു. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ കണ്ണൂര് പെരളശ്ശേരി അമ്പലത്തിലും കൂടി പോയാലോ എന്ന് പ്ലാൻ ചെയ്തു. നേരെ അങ്ങോട്ടേക്ക് പോയി.
അങ്ങനെ നമ്മൾ കണ്ണൂര് പെരളശ്ശേരി അമ്പലത്തിലെത്തി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മ അവിടെ 4 മണിക്കാണ് എത്തിയത്. 4:30ക്കാണ് നട തുറക്കല്. അങ്ങനെ നമ്മൾ കുളത്തില് മീനിനെ കാണാൻ വേണ്ടി പോയി. കുളത്തില് കൊറേ മീനുണ്ടായിനി. നമ്മ അവിടെ മീനിനെയും കണ്ട് കൊറേ സമയം ഇരുന്നു. അവിടെ കണ്ടോ വലിയ ഓറഞ്ച് കളറിലെ മീൻ. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് പുറത്തെത്തി. അങ്ങനെ നമ്മ പ്രസാദമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. നമ്മ അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് നമ്മ പാനിപ്പൂരിയും മസാല ദോശയും കഴിച്ച് നമ്മ നേരെ വീട്ടിലോട്ട് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.